പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട്ണർഷിപ്പ് എന്നത് ബിസിനസ്സിൻ്റെ ഒരു ബേസ് ആണ്. ഇന്ന് ഞാൻ വീഡിയോ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ചെയ്യാൻ കാരണം, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിനെ കുറിച്ച് ചെയ്യാൻ കാരണം, ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. അയാൾ മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫ്രണ്ടുമായി ചേർന്ന് ഒരു ബിസിനസ് നടത്തി. അതിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ തുടങ്ങിയതാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇയാളായിരുന്നു, പക്ഷേ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തത് ഫ്രണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ആദ്യം കുറച്ച് സ്ട്രഗിളും കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഫണ്ട് ചെയ്യേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിസിനസ് ട്രാക്കിലായി, ഒരു റവന്യൂ ഒക്കെ വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ പാർട്ട്ണർഷിപ്പിനകത്ത് കുറച്ച് വിഷയങ്ങളൊക്കെ വന്നു തുടങ്ങി. പ്രോഫിറ്റിന്റെ കാര്യത്തിൽ പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള പ്രോഫിറ്റ് അവർ ആദ്യം സംസാരിച്ച് വെച്ചിരുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 60%, ഈ വർക്ക് ചെയ്യുന്ന ആൾക്ക് 40% ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് പാർട്ട്ണർക്ക് അയാൾക്ക് 40 പോരാ, ഒരു 50 55 കിട്ടണം. കാരണം എഫേർട്ട് മുഴുവൻ എടുക്കുന്നത് ഈ വ്യക്തിയാണ്. അതുകൊണ്ട് പാർട്ട്ണർക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ അഗ്രി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി പോയി. പല വിഷയങ്ങളിലേക്ക് വന്ന ബിസിനസ് ഏകദേശം ഒരു സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനായി പോയി. അപ്പോഴും ഈ ഫണ്ടിന്റെ കാര്യത്തിനും ഒക്കെ കുറച്ച് ക്ലാഷസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് അയാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് പറയാനുള്ളത്, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അത് ആരുമായിട്ടാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കുക. പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അത് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇത് എൻ്റെ ഫ്രണ്ടാണ്, ഫ്യൂച്ചറിലെ വിഷയങ്ങൾ വരെ എനിക്ക് അറിയുന്ന ആളാണെന്നൊക്കെ തോന്നുമായിരിക്കും. അങ്ങനെയെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ഒരു നിൽക്കാതിരിക്കുക. എപ്പോഴും ഒരു റിട്ടൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു രീതിയിലോട്ട് എപ്പോൾ എല്ലാ കാര്യങ്ങളും പോകുക എന്നുള്ളൊരു കൾച്ചർ ബിസിനസ്സിലും ലൈഫിലും കൊണ്ടുവരിക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈവൻ അത് ഒരു വസ്തു കടം കൊടുക്കുകയാണെങ്കിലും ഒരു വസ്തു ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിലും എല്ലാം ഡോക്യുമെന്റഡ് ആയിരിക്കും. ക്യാഷ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും അതുവഴി ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളിലോട്ട് നിങ്ങൾ കോർട്ട് പ്രൊസീഡിങ്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ അവിടെ ഈ ഡോക്യുമെന്റ് അഗ്രിമെന്റ് മസ്റ്റായിട്ട് അവർ ചോദിക്കും. അല്ലെങ്കിൽ അതിന് വരുന്ന ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് ടോട്ടലി എഗെയിൻസ്റ്റ് ആയിരിക്കും, ഇൻവെസ്റ്റർക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. എപ്പോഴും ബിസിനസ്സിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തുള്ള പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എങ്ങനെ വേണമെന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ബിസിനസിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് എങ്ങനെയാണ്, അതിനകത്ത് നിങ്ങൾ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, വർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് പോലത്തെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിമ്പിൾ ഒരു എഗ്രിമെന്റ് എപ്പോഴും നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. അത് ഫ്യൂച്ചറിൽ വരാനുള്ള ഒരുപാട് പ്രശ്നങ്ങളെ അത് അവോയ്ഡ് ചെയ്യും. അത് ഫ്യൂച്ചർ ബിസിനസിന്റെ ഗ്രോത്തിന് ഗുണമേ ചെയ്യുള്ളൂ ഇങ്ങനത്തെ ഡോക്യുമെന്റഡ് ആയിട്ട് പോകുന്ന ഒരു ബിസിനസ് എപ്പോഴും.